വി ഗോവിന്ദൻ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും എന്നാണ് അറിയിച്ചത്. ഒപ്പം തന്നെ പറഞ്ഞ ഏകദേശം നിലവിൽ നിശ്ചയിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് സമയം സ്വാഭാവികമായിട്ട് തിരക്ക് മൂലമുള്ള വൈകലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെയും ഒക്കെ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ 10-15 മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് ദർബാർ ഹാളിലേക്കൊക്കെ മൃതദേഹം എത്തിക്കുകയും പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തത്. സമാനമായി 2 മണിക്ക് ശേഷം ആലപ്പുഴയിലേക്ക് പോകുമെന്ന് ഒരു പരമാവധി 3 മണി ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ ആലപ്പുഴയിലേക്ക് വിലാപയാത്ര പോകാൻ കഴിയും എന്ന നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. രാഹുൽ ജി നാഥ് കൂടി ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴും ആളുകൾ എത്തുകയാണ്. നേരത്തെയൊക്കെ പല സമയത്തും കനത്ത മഴ പെയ്തു, ചാറ്റൽ മഴയുണ്ട്. അതിനെയൊക്കെ അവഗണിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് VS-നെ കാണാനായി ഒരു പെൺകുട്ടി എത്തി, ആദിനന്ദന. രണ്ടുപേരുടെയും പിറന്നാൾ ഒരു ദിവസമാണ്, ഒക്ടോബർ 20. അന്ന് ആദിനന്ദനയ്ക്ക് 7 വയസ്സും VS അച്യുതാനന്ദന് 98 വയസ്സുമാണ് അല്ലേ? അന്നാണ് നിങ്ങൾ പോയി കണ്ടല്ലേ VS? അതെ. VS അന്ന് ആ പൊതുപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് VS-നെ പോയി കാണുന്നത്. കണ്ടപ്പോൾ എന്ത് തോന്നി? വളരെയധികം സന്തോഷം തോന്നി. അച്ഛനും അമ്മയും പറഞ്ഞ അപ്പോഴേ എനിക്ക് VS-നെ നന്നായിട്ട് അറിയായിരുന്നു. നമ്മുടെ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു, നല്ലൊരു നേതാവാണെന്നൊക്കെ അറിയായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയും VS-നെ കാണാനായിട്ടൊരു അവസരം ഒരുക്കുന്നത്. അമ്മയുണ്ടായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. ഞാൻ ആലപ്പുഴക്കാരിയാണ്, അപ്പോൾ എൻ്റെ ഒരു സ്പിരിറ്റ് അറിയാമല്ലോ. വളരെ സന്തോഷമായിരുന്നു. ശരി, ആ ഫോട്ടോ കയ്യിലുണ്ടെന്ന് തോന്നില്ലേ? അന്ന് കണ്ട ഫോട്ടോ, അന്ന് അച്യുതാനന്ദനൊപ്പമുള്ള ഫോട്ടോയും കയ്യിലുണ്ട്. അച്യുതാനന്ദനൊപ്പം രണ്ടുപേരുടെയും പിറന്നാളാണല്ലേ ആ ദിവസം. ആ പിറന്നാൾ ദിവസം തന്നെ പോയി കണ്ടു. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം നൽകിയോ? ബൊക്കെ കൊടുത്തു, പൂ വെച്ചിട്ടുള്ള അതാണ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന് അച്യുതാനന്ദനെ കണ്ടോ? VS-നെ കണ്ടോ? അവസാനമായി ഒന്നുകൂടെ കാണണമെന്ന് തോന്നിയപ്പോഴാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ആ ഫോട്ടോ ഒന്നും തരും. എന്തായാലും ആ ഫോട്ടോയുമായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. മോൾ തന്നെ കാണിക്കും ആ ഫോട്ടോ വ്യക്തമാണെന്ന് തോന്നുന്നു. രണ്ടുപേരുടെയും 98 വയസ്സ്, VS-ന് മോൾക്ക് 7 വയസ്സും അല്ലേ? ഒരു അല്പം പൂക്കളുമായാണ് VS-നെ കാണാനായി അങ്ങോട്ട് പോയത്. ഇപ്പോൾ എന്തായാലും ഒടുവിലും വന്ന് കാണാൻ നിങ്ങൾ എത്തി തന്നെ. വീണ്ടും അവസാന ഘട്ടവും പൂക്കളുമായി തന്നെ വരേണ്ടി വന്നു. അന്ന് പൊതുപരിപാടികളൊക്കെ അവസാനിച്ചിട്ട് VS-ന് ഈ പറഞ്ഞ പോലെ ആ ഒരു സമയം വരെ VS-നെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം നല്ല റെസ്ട്രിക്ഷൻസ് ആയിരുന്നു VS-ൻ്റെ അസുഖമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അതെന്തോ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് അന്ന് തന്നെ അത് പോകാൻ പറ്റിയത്. വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇല്ല, എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അന്നത്തെ ഒരു ദിവസം. എല്ലാ പിറന്നാളിനും VS-നെ ഓർക്കും അല്ലേ? ആ മൂല്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് കേരളം ഉള്ളിടത്തോളം കാലം VS-ൻ്റെ പേര് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം അമ്മയ്ക്ക് നാട്ടുകാരി എന്ന പ്രത്യേക സ്നേഹം. തീർച്ചയായും അച്ഛനൊരു പാർട്ടി പ്രവർത്തകനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ അറിവിലാണ് നമുക്ക് ഈ സഖാക്കന്മാരോടൊക്കെ സ്നേഹം തോന്നിയത്. അപ്പോൾ VS എന്ന് പറയുന്നത് നമ്മുടെ ചങ്കാണ്, ചങ്കിടിപ്പാണ്, മറക്കാൻ ഒരിക്കലും പറ്റില്ല. അത് തന്നെയാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം. അതേ ദിവസം മകൾ ജനിക്കുന്നു, അതിൽ പരം സന്തോഷമില്ലെന്ന് അവർ പറയുന്നു. എന്തായാലും ആളുകൾ വേഗത്തിൽ അങ്ങോട്ട് നടന്നു പോകുകയാണ്. VS-നെ കണ്ടിട്ട് വന്നതാണോ? അവസാനമായി കണ്ടു. എങ്ങനെയാണ് VS-ന് ഓർമ്മ? എങ്ങനെയാണ്? ജനകീയനായ ഒരു നേതാവ്. ഈ ഇത്രയും തിരക്ക് കണ്ടെത്തുന്ന നമുക്ക് മനസ്സിലാവും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. വളരെ സങ്കടം. പാർട്ടിക്കും ജനങ്ങൾക്കും എല്ലാം വളരെ നഷ്ടമാണ്. എത്ര സമയം കാത്തു? വലിയ തിരക്കായിരുന്നു തോന്നുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം കാത്തു. 2 മണിക്കൂർ കാത്തു. ഇതിൻ്റെ മോനെയും കൂടെ കൊണ്ടാണ് വന്നത്. ഇന്നലെ മോൻ കണ്ടോ? VS-നെ കണ്ടോ? അച്ഛൻ പറഞ്ഞതിനുണ്ടോ VS-നെ പറ്റി? ഇഷ്ടമാണോ VS-നെ? അങ്ങനെ കണ്ടു മടങ്ങുകയാണ് മക്കളുമൊത്ത്. അവർ കേട്ട കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ആ VS-നെ നിങ്ങൾ കാണണം. ആളുകളുടെ ഓർമ്മകൾ നമ്മളോട് പങ്കുവെച്ചത്. നേരത്തെ ഒരു കുഞ്ഞുകുട്ടി പണ്ട് അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ആ സന്തോഷമൊക്കെ പങ്കുവെച്ചതാണ് നമ്മൾ കണ്ടത്. VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആളുകളുടെ നീണ്ട നിര ഇപ്പോഴും ദർബാർ ഹാളിലേക്ക്.